ഒരു കാര്യം ഭാവിയിൽ നടക്കും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഭാവിയിൽ ചെയ്യും. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്കറിയോ? അതായത് ഞാൻ നാളെ ഓഫീസിലേക്ക് പോവും, അവൻ അടുത്ത വർഷം ദുബായിലേക്ക് പോകും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം ഭാവിയിൽ നടക്കും, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യും എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ചെറിയൊരു വാക്കും കൂടി നമ്മുടെ സെൻറ്റൻസിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ വാക്കാണ് വിൽ. അതായത് ഇപ്പം ഞാൻ പറയാണ് ഞാൻ നാളെ പോകും, അത് ഞാൻ എങ്ങനെ പറയും? ആദ്യം ഞാൻ എന്ന് പറയും, ഐ. അതിനുശേഷം നമ്മൾ വിൽ എന്ന വാക്ക് ആഡ് ചെയ്യും. ഐ വിൽ ഗോ ടുമോറോ, ഞാൻ നാളെ പോകും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അവൻ അടുത്ത ആഴ്ച ദുബായിക്ക് പോകും. ഇതെങ്ങനെ നമ്മൾ പറയും? അവൻ അടുത്ത ആഴ്ച ദുബായിക്ക് പോകും. അവൻ എന്നുള്ളതിന് നമ്മൾ ഹി എന്നാണ് പറയുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുബായ് എന്നുള്ളതിന് ദുബായ് തന്നെയാണ് പറയുന്നത്. പോകും എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയാ, അല്ലെ? പോകുക എന്നുള്ളതിന് ഗോ എന്നാണ് പറയാ. ഇനി അടുത്ത ആഴ്ച എന്നുള്ളതിന് എന്താ പറയാ? നെക്സ്റ്റ് വീക്ക് എന്ന് പറയും. അപ്പൊ അവൻ അടുത്ത ആഴ്ച ദുബായിലേക്ക് പോകും എന്നുള്ളതിന് നമ്മൾ ഹി വിൽ ഗോ ടു ദുബായ് നെക്സ്റ്റ് വീക്ക്. അതായത് പോകുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയുന്നതെങ്കിലും പോകും എന്ന് പറയുമ്പോൾ നമ്മൾ വിൽ ഗോ എന്ന് പറയണം. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവൾ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കും. അപ്പൊ ഈ സെന്റൻസിൽ അവൾ എന്നുള്ളതിന് ഷീ എന്നാണ് പറയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടിക്കും എന്നുള്ളതിന് എന്താ പറയാ? ഇംഗ്ലീഷിൽ ഡ്രിങ്ക് എന്ന് പറയും. കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് എന്ന് പറയും. കുടിക്കും എന്നുള്ളതിന് എന്താ പറയാ? വിൽ ഡ്രിങ്ക് എന്ന് പറയും. അപ്പൊ അവൾ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കും എന്നെങ്ങനെ പറയും? ഷീ വിൽ ഡ്രിങ്ക് ടീ ദിസ് ഈവനിങ് എന്ന് പറയും. ഇന്ന് വൈകുന്നേരം എന്നുള്ളതിന് നമ്മൾ ദിസ് ഈവനിങ് എന്നാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. രാഹുൽ ഈ പുസ്തകം വായിക്കും. ഇത് നമ്മൾ എങ്ങനെ പറയും? രാഹുൽ ഈ പുസ്തകം വായിക്കും. അപ്പൊ നമ്മൾ വായിക്കുക എന്നുള്ളതിന് റീഡ് എന്നാണ് പറയുന്നത്. പക്ഷേ വായിക്കും എന്നാകുമ്പോഴത്തേക്ക് അത് വിൽ റീഡ് ആകും. സോ രാഹുൽ വിൽ റീഡ് ദിസ് ബുക്ക്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭാവിയിൽ ചെയ്യും എന്ന് പറയാനായിട്ട് നമ്മൾ വിൽ യൂസ് ചെയ്താൽ മതി. ഇനി ചെയ്യില്ല എന്ന് പറയാനായിട്ട് എങ്ങനെ നമ്മൾ പറയാ? ഒരു കാര്യം ചെയ്യില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ചെയ്യും എന്ന് പറയാനായിട്ട് നമുക്ക് വിൽ യൂസ് ചെയ്യാം. ചെയ്യില്ല എന്ന് പറയാനായിട്ട് നമുക്കൊന്നെങ്കിൽ വിൽ നോട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് വോണ്ട് യൂസ് ചെയ്യാം. വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട്. ഇപ്പൊ പോകില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് വിൽ നോട്ട് ഗോ എന്ന് പറയാം, അല്ലെങ്കിൽ വോണ്ട് ഗോ എന്ന് പറയാം. രണ്ടും ഒരേ അർത്ഥമാണ്. വിൽ നോട്ടും വോണ്ടും ഒരേ സാധനം തന്നെയാണ്, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഓഫീസിൽ പോകില്ല എന്നെങ്ങനെ പറയും? ഐ വിൽ നോട്ട് ഗോ ടു ഓഫീസ് ടുഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വോണ്ട് ഗോ ടു ഓഫീസ് ടുഡേ എന്ന് പറയാം. ഞാൻ ഇന്ന് ചായ കുടിക്കില്ല എന്നെങ്ങനെ പറയും? ഐ വിൽ നോട്ട് ഡ്രിങ്ക് ടീ ടുഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വോണ്ട് ഡ്രിങ്ക് ടീ ടുഡേ എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ജസ്റ്റ് വിൽ നോട്ട് എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കഴിക്കില്ല എന്നാണെങ്കിലോ വിൽ നോട്ട് ഈറ്റ് അല്ലെങ്കിൽ വോണ്ട് ഈറ്റ്. പഠിക്കില്ല എന്നാണെങ്കിലോ വിൽ നോട്ട് സ്റ്റഡി അല്ലെങ്കിൽ വോണ്ട് സ്റ്റഡി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ അതിൻ്റെ കൂടെ വിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യില്ല എന്ന് പറയാനായിട്ട് വിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. English Mithra. Stop worrying, start learning.